ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹൗ ടു ചൂസ് ദ റൈറ്റ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, അതായത് റൈറ്റ് ആയിട്ടുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ പല സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഒക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി അതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെയും സ്കിൻ കണ്ടീഷൻ ആൻഡ് സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഹെൽത്തി ആക്കുക. അതോടൊപ്പം തന്നെ ഓയിൽ ഫ്രീ ആയിട്ട്, അതായത് എക്സസ് ആയിട്ടുള്ള ഓയിൽസ് റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസറാണ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ, ഹെൽത്തി ആക്കുക മാത്രമല്ല, ആവശ്യമില്ലാത്ത ഓയിൽസ് നമ്മുടെ സ്കിന്നിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ നമ്മുടെ സ്കിന്നിനെ സ്റ്റിക്കിയോ ഗ്രീസി ഫീൽ ഒന്നും തരാത്ത ടൈപ്പാണ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. പിന്നെ മാറ്റ് ഫിനിഷ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് അല്ല നമ്മുടെ സ്കിന്നിന് തരുന്നത്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പാക്ഡ് വിത്ത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കൂടുതലും ഹൈഡ്രേഷൻ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ള കാര്യം. അതായത് നമ്മൾ നമ്മുടെ സ്കിന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പല തരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ പറയുന്നത്, നമ്മൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഒട്ടും തന്നെ ക്ലോഗ്ഡ് ആക്കാത്ത, പോഴ്സ് ഒക്കെ ക്ലോഗ്ഡ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കില്ല കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഈ സെബത്തിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മുടെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിൽ ഫ്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും ടെക്സ്ചർ വൈസ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ. പിന്നെ പാക്ഡ് വിത്ത് മോർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷനാണ് കൂടുതലും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ എപ്പോഴും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം, അതായത് ഈ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, നോൺ കോമഡോജനിക് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈഡ്രേഷൻ ആയിരിക്കും. നമ്മുടെ സ്കിന്ന് വളരെ മാറ്റ് ഫിനിഷിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും വിതൗട്ട് എനി ഷൈനിങ്. അതായത് ഷൈനിങ് ആയിട്ടുള്ള ഒരു ഫിനിഷ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് നിങ്ങളൊരു ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ കൂടുതലും ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മോയ്സ്ചറൈസർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ. ഇനി അടുത്ത ഒരു ആൾക്കാരെന്ന് വെച്ചാൽ സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നുകാരാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സ്കിന്നിനെ കാം ഡൗൺ ആക്കുന്ന, അതോടൊപ്പം തന്നെ റെഡ്നെസ്, ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കാത്ത, നമ്മുടെ സ്കിന്നൊന്ന് കാം ആക്കുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം. നമ്മൾ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കാൻ പാടില്ല. അവർക്ക് ഓയിലി സ്കിന്നുകാരുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം അവർക്ക് നോർമലി ഓയിൽ കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ ഈ ഒരു ടീ സോൺ ഏരിയയിലാണ്, കോമ്പിനേഷൻ സ്കിന്നുകാരുടെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ എന്ന് നോക്കുകയാണെങ്കിൽ, മോയ്സ്ചറൈസേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും വിതൗട്ട് ക്ലോഗിങ് പോഴ്സ്. അതായത് നമ്മുടെ പോഴ്സ് ഒന്നും ഒരു തരത്തിലും ക്ലോഗ്ഡ് ആക്കില്ല. അതോടൊപ്പം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒട്ടും തന്നെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. പിന്നെ ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇനി അടുത്ത കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇൻ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒരു തരത്തിലും ഇറിറ്റേറ്റിംഗ് ആക്കുകയല്ല. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ റെഡ്നെസ്, ബേണിംഗ് സെൻസേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് എപ്പോഴും സ്റ്റിക്കി ഗ്രീസി ഫീലിംഗ് ഒന്നും നമ്മുടെ സ്കിന്നിന് ഉണ്ടാവില്ല ഇങ്ങനത്തെ തരം മോയ്സ്ചറൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ നമ്മൾ മേക്കപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കോമ്പാക്റ്റബിൾ ആണ്. അതിനൊരു കാര്യം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബേസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. വളരെ നമുക്ക് മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും നല്ല രീതിക്ക് ഒരു ഫ്ലെയർലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു മെഴുമെഴുപ്പോ ഒട്ടിപ്പിടുത്തോ അങ്ങനത്തെ ഫീലിങ്ങോ ഓക്സിഡൈസിങ് പോലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനത്തെ തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടുകയില്ല. പിന്നെ നല്ല രീതിക്ക് ഓയിൽസ് ബാലൻസ് ചെയ്യും. അതായത് സെബം പ്രൊഡക്ഷനൊക്കെ നന്നായിട്ട്
എന്താ പറയുക കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മേക്കപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഷൈനിങ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു എഫക്റ്റ് നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നല്ലൊരു കോംപ്ലക്ഷൻ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ ഡേ നമ്മളെ ആ ഒരു മേക്കപ്പോട് കൂടിയിട്ട് നല്ല ഫ്രഷ്നെസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് ഡൾ ലുക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഇനി അടുത്തത് നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഇൻഗ്രീഡിയൻസ് ചൂസ് ചെയ്യാൻ വേണ്ടി. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്യുക, പക്ഷേ നമ്മുടെ സ്കിൻ ടൈപ്പ് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ വേറെ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഡ്രൈ ആണെങ്കിൽ ഓയിലി സ്കിന്നുകാർ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ആവരുത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പം ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഗ്ലൈക്കോളിക് ആസിഡും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നിയാസിനമൈഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിലി സ്കിന്നുകാരുടെ മെയിൻ പ്രശ്നമാണ് എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. നിയാസിനമൈഡും സെയിം ആണ്, എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഒക്കെ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി നേരെ അടുത്തൊരു സ്കിൻ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഡ്രൈ ആയിട്ടുള്ളൊരു സ്കിൻ ടൈപ്പുകാരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടി. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈലറോണിക് ആസിഡ്. സോ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് ഹൈഡ്രേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ ഹൈഡ്രേഷൻ നന്നായിട്ട് ലോക്ക് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഇനി അടുത്തത് ഗ്ലിസറിൻ. നമ്മുടെ സ്കിന്നിലത്തെ മോയ്സ്ചർ ഒന്നും പുറന്തള്ളി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ലോസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അലോവേറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അലോവേറ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ സൂത്തൻ ചെയ്യാനും നല്ലൊരു കൂളിംഗ് എഫക്റ്റും ഒരു ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ സെറാമൈഡ്സ് ആൻഡ് പെപ്റ്റൈഡ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. സോ സെറാമൈഡ്സ് ആൻഡ് പെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജൻ പ്രൊഡക്ഷൻ നല്ലോണം ബൂസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുമ്പം അതിൽ ആൽക്കഹോൾ ഇൻക്ലൂഡ് ആണോ, പാരബൻസ് ഇൻക്ലൂഡ് ആണോ, സൾഫേറ്റ്സ് ഇൻക്ലൂഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പം ഓയിലി സ്കിന്നുകാർ ചൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മേ ബി സെൻസിറ്റീവ് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് പറ്റിയ ഒരു ബ്രാൻഡ് ഏതാണെന്ന് പറയുകയാണെങ്കിൽ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അത് കിടിലൻ പ്രൊഡക്റ്റാണ്. പിന്നെ ലാക്മിയുടെ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണെങ്കിലും ഹൈഡ്രേഷൻ കൂടുതലുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ലാക്മിയുടെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. അപ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് എന്നാണ്, പക്ഷേ എനിക്ക് എക്സാക്റ്റ് ആ ഒരു നെയിം മറന്നു. ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന്. പിന്നെ നമ്മുടെ ഡെർമാലോജിക്കയുടെ മോയ്സ്ചറൈസർ ഉണ്ട്. അതോടൊപ്പം തന്നെ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ലാക്മിയുടെ ലൂമി എന്ന് പറയുന്ന ഒരു മോയ്സ്ചറൈസറാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ബോഡി വൈസിൻ്റെ മോയ്സ്ചറൈസേഴ്സും പിന്നെ നമ്മുടെ ഡെർമാക്കോയുടെ മോയ്സ്ചറൈസേഴ്സൊക്കെ നല്ലതാണ്. പക്ഷേ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, സെൻസിറ്റീവ് സ്കിന്നുകാർ കഴിവതും ഫ്രാഗ്രൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. എപ്പോഴും നിങ്ങൾ വളരെ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി. നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആക്കുന്നതോ വലിച്ചിൽ ഉണ്ടാക്കുന്ന തരത്തിലോ അങ്ങനത്തെ ഒന്നും നിങ്ങൾ ചൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. എനിക്ക് തോന്നുന്നു സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ബേണിംഗ് സെൻസേഷനൊക്കെ ഉണ്ടാകും. സോ കഴിവതും നിങ്ങൾ സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ സ്കിന്നിന് നല്ലത് കേട്ടോ. പിന്നെ ഓവർ കോൺസെൻട്രേഷൻ ലെവലൊക്കെ ഉള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നൊന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ ഉള്ളൂ ഗ്രാജുവലി കൂട്ടിക്കൊണ്ട് വരാൻ പാടുള്ളൂ കോൺസെൻട്രേഷൻ ലെവലൊക്കെ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഏതൊക്കെ ബ്രാൻഡാണ് നല്ലതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ പോഴ്സ് ഒന്നും ക്ലോഗ്ഡ് ആക്കാത്ത നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു ഡൾനെസ് ഓക്സിഡൈസിങ് ഫീലൊന്നും തരാത്ത തരത്തിലുള്ള മോയ്സ്ചറൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ കഴിവതും ടോക്സിക് ആൻഡ് കെമിക്കൽ കോമ്പോണൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക്
നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആൻഡ് എന്താ പറയുക നാച്ചുറൽ ആയിട്ടുള്ളൊരു റേഡിയൻസോട് കൂടി നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തരെയും അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പുകാരെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ വിമന് മാത്രമല്ല മെന്നിനും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.